വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പൊ എല്ലാവരും തന്നെ HSC എക്സാമിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ സിലബസ് എങ്ങനെയാണ്, ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ്. നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് എടുത്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ നമ്മുടെ എക്സാം ടൈമിൽ നമുക്ക് സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളമെങ്കിൽ നമുക്കറിയാം എക്കണോമിക്സ് ഡിഗ്രിക്കും PGക്കും ഒന്നും പഠിക്കാത്തവർക്കാണെങ്കിൽ കുറച്ച് ടഫാണ്. തിയറീസ് ഒക്കെ പഠിക്കാൻ കുറച്ച് ടഫാണ്. അപ്പൊ എക്കണോമിക്സിനും പൊളിറ്റിക്കൽ സയൻസിനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇന്ന് നമ്മൾ എക്കണോമിക്സിലെ നാഷണലിംഗത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേശീയ വരുമാനം അല്ലെ, നാഷണലിംഗം. എന്താണ് നാഷണലിംഗം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിന്റെ ആകെ തുകയാണ് ദേശീയ വരുമാനം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് +2 സ്കൂൾ ടെസ്റ്റിൽ ദേശീയ വരുമാനത്തെ കുറിച്ച് വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളമെങ്കിൽ നിങ്ങൾ +1 +2 സ്കൂൾ ടെസ്റ്റ് ആണ് കമ്പൽസറി ആയിട്ട് വായിച്ചു നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദേശീയ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങൾ, അത് ഓർത്തു വെക്കുക, അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിന്റെ ആകെ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. അപ്പോ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്താണ്? ഫൈനൽ ഗുഡ്സ് എന്താണ് നമുക്ക് ചോദിക്കും. എന്താണ് അന്തിമ ഉൽപ്പന്നങ്ങൾ? അന്തിമമായ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയക്ക് വിധേയമാകാത്തതുമായ. ഓക്കെ, അപ്പൊ എന്താണ് അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ? അന്തിമമായ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയക്ക് വിധേയമാകാത്തതുമായ, അത് ഓർത്തു വെക്കുക, വിധേയമാകാത്തതുമായ സാധനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലെ. എന്താണ് ഉദാഹരണം നോക്കാം. വസ്ത്രങ്ങൾ, വീട്, ചെരുപ്പ്, സ്കൂൾ ബാഗ്, സൈക്കിൾ, ഭക്ഷണ സാധനങ്ങൾ, ടെലിവിഷൻ, മോട്ടോർ സൈക്കിൾ തുടങ്ങിയവ. അപ്പൊ എന്താണ്? അന്തിമമായ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയക്ക് വിധേയമാകാത്തതുമായ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതിനെന്താണ് അന്തിമ ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം? എന്താണ്? വസ്ത്രങ്ങൾ അല്ലെ, വസ്ത്രങ്ങൾ, അതുപോലെ വീട്, നമ്മുടെ ചെരുപ്പ്, സ്കൂൾ ബാഗ്, സൈക്കിൾ, ഭക്ഷണ സാധനങ്ങൾ, ടെലിവിഷൻ, മോട്ടോർ സൈക്കിൾ തുടങ്ങിയൊക്കെ എന്താണ്? ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ അന്തരാള ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് ചോദിക്കും. അപ്പൊ അന്തരാള ഉൽപ്പന്നങ്ങൾ എന്താണ്? അന്തിമ ഉൽപ്പന്നങ്ങളുണ്ട്, അന്തരാള ഉൽപ്പന്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ അന്തരാള ഉൽപ്പന്നങ്ങൾ എന്താണ്? അന്തരാള ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അപ്പൊ അന്തരാള ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ അന്തരാള ഉൽപ്പന്നങ്ങൾ അഥവാ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, അന്തരാള ഉൽപ്പന്നം എന്താണ്? മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ അന്തരാള ഉൽപ്പന്നങ്ങൾ അഥവാ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത്. കുറെ കുട്ടികളൊക്കെ എന്താണ് നമ്മുടെ HSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ HSC എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും. കുറെ പേരൊന്നും ഇപ്പൊ കേട്ടിട്ടൊക്കെ എഴുതാൻ പോകുന്നവരായിരിക്കും അല്ലെ. അവരൊന്നും HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നമുക്ക് HSC എന്ന് വെച്ചാൽ നല്ല ഗ്ലാമർ ജോലിയാണ് അല്ലെ. ഹൈസ്കൂൾ ടീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് നല്ല സാലറി കിട്ടും, അതുപോലെ തന്നെ നല്ല ഗ്ലാമർ ജോലിയാണ്. ആ ഒരു ജോലി നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് HSC പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നാലൊന്നും നമുക്ക് ജോലി കിട്ടില്ല. അപ്പം നമുക്ക് ജോലി കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്കിൽ തന്നെ വന്നാലേ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുള്ളൂ. HSC നന്നായിട്ട് കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർ മാത്രമേ ജോലി കയറാറുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ആ ഒരു എക്സാം നമുക്ക് വേണം, ആ ഒരു ജോലി നമുക്ക് കിട്ടണം എന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പം നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ HSC എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാത്തവരെല്ലാം
എല്ലാം തന്നെ നമ്മുടെ കൂടെ ചേർന്ന് പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോഴ്സുകൾ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ കൂടിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് സൗകര്യം പോലെ, കുറേ പേരൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലേ, അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും ഇരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് സൗകര്യം പോലെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ അതിൻ്റെയൊക്കെ PDF നോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കി തരാൻ ഒരു മെൻറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എക്സാം ഒക്കെ എഴുതി നോക്കിയാലേ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാം വരെ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ HSC കോഴ്സുകൾ ഇതാണ്. HSC മാത്സ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, നാച്ചുറൽ സയൻസ്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാ കോഴ്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ CCയിൽ ജോയിൻ ചെയ്യുക. HSC എക്സാമിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, അന്തരാള ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ അന്തരാള ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തൊക്കെയാണ് ഉദാഹരണം? അന്തരാള ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂല് എന്താണ്, ഒരു അന്തരാള ഉൽപ്പന്നമാണ് അല്ലെ. വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂല്, വീടുണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സിമന്റ്, കല്ല്, മണല്, ഇഷ്ടിക തുടങ്ങിയവ. അതുപോലെ ഷൂ ഉണ്ടാക്കുന്നതിന് എന്ത് വേണം, തുകല് വേണം അല്ലെ. അതുപോലെ ബാഗ് ഉണ്ടാക്കാൻ വേണ്ട പ്ലാസ്റ്റിക്, സൈക്കിൾ ഉണ്ടാക്കുന്നതിന് വേണ്ട ഇരുമ്പ്, ബ്രെഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഗോതമ്പ്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അന്തരാള ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ അന്തരാള ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂല് ഒരു അന്തരാള ഉൽപ്പന്നമാണ് അല്ലെ. അതുപോലെ വീടുണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സിമന്റ്, കല്ല്, മണൽ, ഇഷ്ടിക തുടങ്ങിയൊക്കെ എന്താണ്, ഒരു അന്തരാള ഉൽപ്പന്നമാണ്. പിന്നെ ഷൂ ഉണ്ടാക്കുന്നതിന് തുകൽ ആവശ്യമാണ്, ബാഗ് ഉണ്ടാക്കുന്നതിന് വേണ്ട പ്ലാസ്റ്റിക്, സൈക്കിൾ ഉണ്ടാക്കുന്നതിന് വേണ്ട ഇരുമ്പ്, ബ്രെഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഗോതമ്പ്. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? അന്തരാള ഉൽപ്പന്നത്തിന് ഉദാഹരണമാണ്. അതുപോലെ കൺസംഷൻ ഗുഡ്സ്, ഉപഭോഗ വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? കൺസംഷൻ ഗുഡ്സ് ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തതും ഉപഭോക്താവ് നേരിട്ട് ഉപഭോഗത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നു. അപ്പോൾ കൺസംഷൻ ഗുഡ്സ് അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? ഉപഭോഗ വസ്തുക്കൾ ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തതും ഉപഭോക്താവ് നേരിട്ട് ഉപഭോഗത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെ എന്ത് പറയുന്നു? ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നു. അപ്പൊ കൺസംഷൻ ഗുഡ്സ് അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? ഉൽപാദന പ്രക്രിയക്ക് വീണ്ടും വിധേയമാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉപഭോക്താവ് നേരിട്ട് ഉപഭോഗത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെ കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നു. മനസ്സിലാക്കി പഠിക്കണേ. ഈ ഉപഭോഗ വസ്തുക്കൾ ഈടുള്ളതാവാം. ഒന്നുകിൽ ഈ ഉപഭോഗ വസ്തുക്കൾ ഈടുള്ളതാവാം, അല്ലെങ്കിൽ എന്താണ്, ഈടില്ലാത്തതുമാവാം. ഉപഭോഗ വസ്തുക്കൾ ഈടുള്ള ഉപഭോഗ വസ്തുക്കളുണ്ട്, ഈടില്ലാത്ത ഉപഭോഗ വസ്തുക്കളുണ്ട് അല്ലെ. ഡ്യൂറബിൾ ഗുഡ്സും ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഗുഡ്സും ഉണ്ട്. അപ്പോൾ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈടുള്ള വസ്തുക്കൾ. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഈടുള്ള വസ്തുക്കളൊക്കെ എപ്പോഴും നമുക്ക് എന്താണ്, ദീർഘനാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ദീർഘനാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് ഈടുള്ള വസ്തുക്കൾ. ഇവ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കും. അപ്പൊ ഈടുള്ള വസ്തുക്കൾ ദീർഘനാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും, അവ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കും. അതുപോലെ കുറച്ച് കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ എന്താണ്? ഈടില്ലാത്ത വസ്തുക്കൾ. ഈടില്ലാത്ത വസ്തുക്കൾ എന്താണ്? കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഈടില്ലാത്ത വസ്തുക്കൾ. അപ്പൊ ഉപഭോഗ വസ്തുക്കൾ കൺസംഷൻ ഗുഡ്സ് ഈടുള്ളവയുണ്ട്, ഈടില്ലാത്തവയുണ്ട്. അപ്പോ ഉദാഹരണം ഏതാണ്? ഈടുള്ള വസ്തുക്കൾക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ കാർ അല്ലെ, ദീർഘനാളത്തേക്ക് ഉപയോഗിക്കാം, അതൊരു ഉപഭോഗ വസ്തുവാണ്. കാറും സ്കൂട്ടർ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ തുടങ്ങിയവയൊക്കെ എന്താണ്? ഈടുള്ള ഉപഭോഗ വസ്തുക്കളാണ്. ഈടില്ലാത്ത ഉപഭോഗ വസ്തുക്കൾ ഉദാഹരണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളായ പാല്, മുട്ട, പച്ചക്കറികൾ തുടങ്ങിയ എന്താണ്? ഈടില്ലാത്ത കൺസംഷൻ ഗുഡ്സ് ആണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഇതൊക്കെ പഠിക്കുമ്പോൾ അന്തിമ ഉൽപ്പന്നങ്ങൾ, അന്തരാള ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം പഠിച്ചപ്പോൾ ഞാൻ കുറെ എക്സാമ്പിൾസ് പറഞ്ഞല്ലേ, ആ എക്സാമ്പിൾസ് എല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ മൂലധന വസ്തുക്കൾ, ക്യാപിറ്റൽ ഗുഡ്സ്. എന്താണ് ഈ ക്യാപിറ്റൽ ഗുഡ്സ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് മൂലധന വസ്തുക്കൾ അത്യാവശ്യമാണ്.
ഒരിക്കൽ ഉൽപ്പാദിക്കപ്പെട്ടതും വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്നതുമായ വസ്തുക്കളാണ് മൂലധന വസ്തുക്കൾ. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് എപ്പോഴും എന്താണ്? ഒരു രാജ്യത്തിന് നമുക്ക് എപ്പോഴും ഒരു അസറ്റ് ആണ് അല്ലെ ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് മൂലധന വസ്തുക്കൾ അത്യാവശ്യമാണ്. ഈ മൂലധന വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും വീണ്ടും നമ്മൾ ഒരു മൂലധന വസ്തുക്കൾ ഒരിക്കൽ വെച്ചതാണ്. അത് നമുക്ക് എന്താണ്? വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപാദന പ്രക്രിയക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയുമാണ്. അപ്പൊ ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും വീണ്ടും ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നതുമായ വസ്തുക്കളാണ് മൂലധന വസ്തുക്കൾ. ഉദാഹരണം എന്താണ്? ഈ മൂലധന വസ്തുക്കൾക്ക് ഉദാഹരണം എന്താണ്? യന്ത്രോപകരണങ്ങൾ. നമുക്കറിയാം ഒരു ഫാക്ടറിയിൽ യന്ത്രോപകരണങ്ങൾ അത് ഫാക്ടറിയുടെ ഒരു അസറ്റ് ആണ് അല്ലെ. അത് യന്ത്രോപകരണങ്ങൾ ഒരു മൂലധന വസ്തുവാണ്. ഫാക്ടറികൾ, കെട്ടിടങ്ങൾ, ട്രക്കുകൾ, വിമാനങ്ങൾ, റോഡുകൾ, തുറമുഖങ്ങൾ തുടങ്ങിയൊക്കെ എന്താണ്? മൂലധന വസ്തുക്കളാണ്. ഇതെല്ലാം രാജ്യത്തിന് എന്താണ്? ഒരു അസറ്റ് ആണ്. തേയ്മാനം, ഡിപ്രീസിയേഷൻ അല്ലെ. തേയ്മാനം അഥവാ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം. ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ എന്താണ്? മൂലധന വസ്തുക്കൾക്ക് ഉണ്ടാവുന്ന ക്ഷയത്തിനാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂലധന വസ്തുക്കൾ സ്ഥിരമായിട്ട് നമുക്കറിയാം ഒരു വസ്തു ഇപ്പൊ സ്കൂട്ടർ ആണെങ്കിലും അങ്ങനെ യന്ത്രങ്ങളാണെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ അതിനെന്താ? ഡിപ്രീസിയേഷൻ ഉണ്ടാവും, തേയ്മാനം ഉണ്ടാവും. അപ്പൊ മൂലധന വസ്തുക്കൾക്ക് ഉണ്ടാവുന്ന ക്ഷയത്തിനാണ് തേയ്മാനം എന്ന് പറയുന്നത്. അതായത് മൂലധന സാധനങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായിട്ട് ഉൽപാദനം നടത്തുമ്പോൾ ഇവിടെ മൂല്യത്തിനുണ്ടാവുന്ന ശോഷണത്തെ നമ്മൾ എന്ത് പറയുന്നു? തേയ്മാനം അഥവാ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്ന് പറയുന്നു. അപ്പൊ മൂലധന വസ്തുക്കൾക്കുണ്ടാവുന്ന ക്ഷയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തേയ്മാനം എന്ന് പറയുന്നത്. അതായത് മൂലധന സാധനങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായിട്ട് ഉൽപാദനം നടത്തുമ്പോൾ ഇവയുടെ മൂല്യത്തിനുണ്ടാവുന്ന ശോഷണത്തെ നമ്മൾ എന്ത് പറയുന്നു? തേയ്മാനം അഥവാ സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്ന് പറയുന്നു. അപ്പൊ ഉൽപാദന യൂണിറ്റുകൾ ഓരോ വർഷവും മൂലധന വസ്തുക്കളുടെ ഉൽപാദനക്ഷമമായ സ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടി നീക്കിവെക്കുന്ന നിശ്ചിത തുകയെ തേയ്മാന വകയിരുത്തൽ എന്ന് പറയുന്നു. അപ്പൊ തേയ്മാന വകയിരുത്തൽ എന്താണ്? ഈ തേയ്മാന വകയിരുത്തല് ഉൽപാദന യൂണിറ്റുകൾ ഓരോ വർഷവും എന്തിനു വേണ്ടി തുക മാറ്റിവെക്കുന്നു? മൂലധന വസ്തുക്കളുടെ ഉൽപാദനക്ഷമമായ സ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു തുക നീക്കിവെക്കുന്നു. ഈ ഒരു നിശ്ചിത തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേയ്മാന വകയിരുത്തൽ എന്ന് പറയുന്നത്. ഇങ്ങനെ തേയ്മാനം സംഭവിച്ച മൂലധന വസ്തുക്കൾക്ക് അവ റിപ്പയർ ചെയ്യുന്നതിനും മാറ്റി സ്ഥാപിക്കുന്നതിനും വരുന്ന ചെലവിനെയാണ് തേയ്മാന ചെലവെന്ന് പറയുന്നത്. അപ്പൊ തേയ്മാന ചെലവെന്ന് വെച്ചാൽ ഇങ്ങനെ തേയ്മാനം സംഭവിക്കുന്ന മൂലധന വസ്തുക്കൾ അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് മാറ്റി വേറൊരെണ്ണം വാങ്ങിക്കാനോ ഉണ്ടാവുന്ന ആ ഒരു ചെലവുണ്ടല്ലോ, ആ ചെലവിനെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ. ഏതൊക്കെ രീതിയിൽ ദേശീയ വരുമാനം അളക്കാൻ പറ്റും? മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. ഏതൊക്കെയാണ്? ദേശീയ വരുമാനം അളക്കുന്നതിന് 3 രീതികളുണ്ട്. എത്ര രീതികളാണ്? ദേശീയ വരുമാനം നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 രീതിയിൽ മെഷർ ചെയ്യാം അല്ലെ. ഏതൊക്കെയാണ് 3 രീതികൾ? ഒന്ന് ഉൽപ്പന്ന രീതി, പ്രോഡക്റ്റ് മെത്തേഡ്. 2 ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അടുത്ത എന്താണ്? വരുമാന രീതി, ഇൻകം മെത്തേഡ്. അപ്പൊ നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനുള്ള മെഷർമെന്റ് ടൂൾസ് എന്തൊക്കെയാണ്? 3 രീതിയിൽ നമുക്കിത് എന്താണ് അളക്കാൻ പറ്റും. ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ 3 രീതിയാണ്. ഒന്ന് ഉൽപ്പന്ന രീതി. ഉൽപ്പന്ന രീതി എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് മെത്തേഡ്. പിന്നെ ഏതാണ്? ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പിന്നെ വരുമാന രീതി, ഇൻകം മെത്തേഡ്. ഈ 3 രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാഷണൽ ഇൻകം അളക്കാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ, നമുക്ക് ഒരു രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഉൽപ്പന്ന രീതി. ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ ഈ ഉൽപ്പന്ന രീതിക്ക് നമ്മൾ വേറൊരു പേര് പറയുന്നുണ്ട്, മൂല്യവർദ്ധിത രീതി അല്ലെ. പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. ഉൽപ്പന്ന രീതിയിൽ തന്നെ വേറൊരു പേരാണ് മൂല്യവർദ്ധിത രീതി, പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം അളക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഉൽപാദക യൂണിറ്റും ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി 1 വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സഞ്ചിത പണമൂല്യം കൂട്ടിയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതിയിൽ, ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതിയിൽ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം അളക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഉൽപാദക യൂണിറ്റും ഒരു നിശ്ചിത കാലയളവ് എന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ 1 ഇയർ, 1 വർഷം സാധാരണയായിട്ട് 1 വർഷം ഉൽപ്പാദിപ്പിച്ച ആ ഒരു ഉൽപാദക യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച
ഒരു സമ്പത്ത് ഉൽപ്പാദിപ്പിച്ച് അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സഞ്ചിത പണമൂല്യം കൂട്ടിയാണ്. ഇവിടെ ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് നിന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇവിടെ എന്തിന്റെ ഭാഗത്ത് നിന്നാണ് കണക്ക് കൂട്ടുന്നത്? ഉൽപ്പാദന രീതിയിലെ ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് നിന്നാണ് കണക്ക് കൂട്ടുന്നത്. ഉൽപാദന യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളെ ഉൽപ്പന്നം എന്ന് വിളിക്കാം. അപ്പൊ ഉൽപാദക യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഉൽപ്പന്നം എന്ന് വിളിക്കാം. ഉൽപ്പന്നം. നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം നിർണ്ണയിച്ചാൽ ഉൽപ്പന്ന മൂല്യം കിട്ടും. അപ്പോൾ ഒരു ഉൽപാദക യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഉൽപ്പന്നം എന്ന് വിളിക്കുന്നു. അപ്പൊ ഉൽപ്പന്ന മൂല്യം എന്താണ്? ഉൽപ്പന്ന മൂല്യം നിലവിലുള്ള കമ്പോള വിലയുണ്ടല്ലോ, നിലവിലുള്ള കമ്പോള വില, മാർക്കറ്റ് പ്രൈസ് അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം നിർണ്ണയിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഉൽപ്പന്ന മൂല്യം കിട്ടും. അപ്പൊ നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം നിർണ്ണയിച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഉൽപ്പന്ന മൂല്യം കിട്ടും. എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. ഉൽപ്പന്നത്തിന്റെ അളവിനെ കമ്പോള വില കൊണ്ട് ഗുണിച്ചാണ് പണമൂല്യം അഥവാ ഉൽപ്പന്ന മൂല്യം കാണുന്നത്. നമുക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടില് കുറേ ചെറിയതാണ്, കുറച്ച് കണക്കുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഉൽപ്പന്നത്തിന്റെ അളവിനെ കമ്പോള വില കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? പണമൂല്യം അഥവാ ഉൽപ്പന്ന മൂല്യം കിട്ടും. അപ്പൊ ഉൽപ്പന്ന മൂല്യം കിട്ടുന്നത്, ഉൽപ്പന്ന മൂല്യം നമ്മൾ Q എന്ന് പറയും, ഇസ് ഈക്വൽ ടു എന്താണ്? കമ്പോള വില എന്ന് വെച്ചാൽ പ്രീ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ ഉൽപ്പന്നം, ഉൽപ്പന്നത്തിന്റെ അളവിനെ കമ്പോള വില കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അവിടെ പണമൂല്യം അഥവാ ഉൽപ്പന്ന മൂല്യം കിട്ടും. അപ്പൊ അതായത് എന്താണ്? ഉൽപ്പന്ന മൂല്യം ഇസ് ഈക്വൽ ടു എന്താണ്? കമ്പോള വില ഇൻറ്റു ഉൽപ്പന്നം. അപ്പൊ ഉൽപ്പന്ന മൂല്യം കാണാൻ ഉൽപ്പന്ന മൂല്യം ഇസ് ഈക്വൽ ടു കമ്പോള വില ഇൻറ്റു ഉൽപ്പന്നം. ഓക്കെ. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുന്നതിനാണ് ഇരട്ട ഗണനം, ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ കൗണ്ടിങ് അല്ലെ ഇരട്ട ഗണനം എന്ന് വെച്ചാൽ എന്താണ്? ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുന്നതിനെയാണ് നമ്മൾ ഇരട്ട ഗണനം, ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇരട്ട ഗണനം ഒഴിവാക്കുന്നതിനായി മൂല്യവർദ്ധിത രീതി ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നത്തിന്റെ അന്തിമ മൂല്യം കണക്കാക്കുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ വിവിധ ഉൽപാദന ഘട്ടങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ അറ്റ സംഭാവനയാണ് കൂട്ടിച്ചേർത്ത മൂല്യം. അപ്പൊ ഒരു ഉൽപ്പന്നത്തിന്റെ വിവിധ ഉൽപാദന ഘട്ടങ്ങളിൽ ഒരു സ്ഥാപനത്തിന്റെ അറ്റ സംഭാവനയെ പറയുന്ന പേരാണ് കൂട്ടിച്ചേർത്ത മൂല്യം. അപ്പൊ ഒരു ഉൽപ്പന്നത്തിന്റെ വിവിധ ഉൽപാദന ഘട്ടങ്ങളിൽ ഒരു സ്ഥാപനത്തിന്റെ അറ്റ സംഭാവനയെ പറയുന്ന പേരാണ് കൂട്ടിച്ചേർത്ത മൂല്യം. ഓക്കെ. അപ്പൊ മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് അന്തരാള ഉപഭോഗ മൂല്യം കുറച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർത്ത മൂല്യം കിട്ടും. അപ്പൊ കൂട്ടിച്ചേർത്ത മൂല്യം എങ്ങനെ കിട്ടുന്നത്? മൊത്തം ഉൽപ്പന്ന മൂല്യം ഇല്ലേ, മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് നമ്മൾ അവിടെ എന്ത് കുറയ്ക്കുന്നു? അന്തരാള ഉപഭോഗ മൂല്യം. മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് അന്തരാള ഉപഭോഗ മൂല്യം കുറച്ചാല് നമുക്ക് എന്ത് കിട്ടും? കൂട്ടിച്ചേർത്ത മൂല്യം ലഭിക്കും. അപ്പൊ കൂട്ടിച്ചേർത്ത മൂല്യം നമ്മൾ GV ചെയ്യുമ്പോൾ ഓക്കെ ഈസ് ഈക്വൽ ടു എന്താണ്? മൊത്തം ഉൽപ്പന്ന മൂല്യം മൈനസ് അന്തരാള ഉപഭോഗ മൂല്യം. അപ്പൊ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യം എന്ന് വെച്ചാൽ GVA, കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യം GVA ഈസ് ഈക്വൽ ടു എന്താണ്? മൊത്തം ഉൽപ്പന്ന മൂല്യം അല്ലെ. മൊത്തം ഉൽപ്പന്ന മൂല്യം മൈനസ് എന്താണ്? അന്തരാള ഉപഭോഗ മൂല്യം. അപ്പൊ കൂട്ടിച്ചേർത്ത GVA കിട്ടാൻ എന്ത് ചെയ്യണം? മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് അന്തരാള ഉപഭോഗ മൂല്യം കുറച്ചാൽ നമുക്ക് അവിടെ GVA കിട്ടും. കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യം കിട്ടും. ഒരു സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയ അന്തരാള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെയാണ് അന്തരാള ഉപഭോഗം എന്ന് പറയുന്നത്. അപ്പൊ അന്തരാള ഉപഭോഗം എന്ന് വെച്ചാൽ എന്താണ്? അന്തരാള ഉപഭോഗം എന്ന് വെച്ചാൽ ഒരു സ്ഥാപനമില്ലേ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, ഒരു സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയ അന്തരാള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെയാണ് അന്തരാള ഉപഭോഗം എന്ന് പറയുന്നത്. ഓക്കെ. ഉദാഹരണം പറയുവാണെങ്കിൽ എന്താണ് അന്തരാള ഉപഭോഗത്തിന് ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനി എന്ത് ചെയ്യുന്നു? ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനി എന്ത് വാങ്ങിക്കുന്നു? ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് കർഷകർ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പ് ഉപയോഗിക്കും. അതുപോലെ കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി മറ്റൊരു കമ്പനി നിർമ്മിക്കുന്ന ടയറുകൾ വാങ്ങിക്കുന്നു. ഓക്കെ, അതൊക്കെ എന്താണ്? അന്തരാള ഉപഭോഗത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ അന്തരാള ഉപഭോഗം എന്ന് വെച്ചാൽ ഒരു സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയ അന്തരാള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെയാണ് അന്തരാള ഉപഭോഗം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ HSA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ജോലി കിട്ടിയാൽ തന്നെ നമ്മുടെ ജീവിതം സെറ്റ് ആവും അല്ലെ. നല്ല ഗ്ലാമർ ജോലിയാണ്, നല്ല സാലറിയാണ്, കുട്ടികളുമായിട്ടൊക്കെ ഇടപെടാൻ പറ്റും, നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലിയാണ് ടീച്ചേഴ്സ് ജോബ് അല്ലെ. അതിനുവേണ്ടിയാണ് നമ്മൾ B.Ed പഠിച്ചേക്കുക. അപ്പോൾ ഇതിനു വേണ്ടി B.Ed ഒക്കെ പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാത്തവർ HSA എക്സാമിന്
വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ തനിയെ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നേരെ CC പോരുക. ഓക്കെ, അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം? 8589083568 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.